Hi, I'm Farhan Khan. I live in Irnalakuda, Thrissur. I completed my 10th standard in Christ Vidyaniketan, Irnalakuda, and I completed my plus 2 in Devamada Sema Public School. Behind me is an extremely supportive family. They would always motivate me and help me overcome my hardship. So, let me introduce them. Let me introduce my beloved family members. This is my father, Shahid Qasim Khan. He is an extremely good civil engineer. This is my mother, Sajna Shahid. This is my brother, Nihal Khan. He is doing MBA in logistics. And this is my beloved grandmother, Pyari. My family was always supportive. They'd always wake me up at the correct time and always behind me to motivate me and inspire me to do better. They'd always try me to excel in my studies. They'd always be there when I'm suffering any losses. They'd always be to help me. And I'm extremely grateful to the support my family members provided me. താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ സർവശക്തനോടും പാലാ ബ്രില്യൻറ്റിനോടുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് ആദ്യമായിട്ട്. ഫർഹാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ വളരെ ചെറുപ്പത്തിലെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ അവൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അവൻ അത് ഏതറ്റം വരെ പോകാനും അവൻ വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അന്ന് ചെറുപ്പത്തിൽ ഞങ്ങൾ നോട്ടീസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ വീഡിയോ ഗെയിം കളിക്കുമ്പോൾ അതിൽ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോൾ തന്നെ അവൻ്റേതായ ചില ഗെയിമുകളുണ്ടായിരുന്നു. ആ ഗെയിമുകൾ ഓരോ റൗണ്ട് കഴിയും തോറും വളരെ ടഫായി വരികയും അവൻ്റെ മുകളിലത്തെ ലെവലിലേക്ക് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ആ ഘട്ടത്തിലും അവൻ കരഞ്ഞുകൊണ്ടും അത് വീണ്ടും വീണ്ടും കളിച്ച് ജയിക്കുന്ന എന്താ പറയുക വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അവൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അവൻ ഏതറ്റം വരെ പോകാനും എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും താല്പര്യം കാണിച്ചിരുന്നു, തയ്യാറായിരുന്നു എന്നുള്ളത് ഞങ്ങൾ അന്നേ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ അവൻ്റെ എഡ്യൂക്കേഷനിലായാലും അവൻ ചെറുപ്പത്തിലെ വീട്ടിൽ വന്ന് പഠിക്കുന്നത് കുറവാണെങ്കിലും അവൻ ക്ലാസ്സിൽ തന്നെ വെച്ച് ഹോംവർക്കുകൾ ചെയ്ത് വന്ന് അത് മുഴുവനായിട്ട് വന്ന് വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുകയും കളിക്കുകയും ചെയ്യുന്ന ആയിരുന്നു അവൻ്റെ തുടക്കത്തിലേയുള്ള അവൻ്റെ നേച്ചർ. പിന്നീട് അവൻ MBBS അല്ലെങ്കിൽ ഡോക്ടർ ആവണം എന്നുള്ള ചിന്ത അവൻ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചത് അവൻ്റെ അമ്മ ആണ് അവനെ ആ രീതിയിലേക്ക് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരു ഡോക്ടർ ഉണ്ടാവട്ടെ എന്ന രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ് അവൻ അതിലേക്ക് മാറിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബ്രില്യൻറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു, ഇറ്റ്സ് എ സേഫ് ഹാൻഡ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾ എവിടെ പോകണം എന്നുള്ള ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസറാണ്, ശരിയായിട്ടുള്ള ഉത്തരമാണ് ബ്രില്യൻറ്റ്. രണ്ടാമതൊരു സെക്കൻഡ് തോട്ട് ഇല്ലാതെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കോച്ചിങ് സെൻറ്ററാണ് തീർച്ചയായും ബ്രില്യൻറ്റ്. ആ ബ്രില്യൻറ്റിലെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അവിടുത്തെ ടീച്ചേഴ്സിനോടും പ്രത്യേകിച്ച് ജോർജ് സാറിനോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും നല്ലൊരു റാങ്കും ഇത്രയും നല്ലൊരു മാർക്കും ഒക്കെ ഫർഹാന് കിട്ടിയതിലും സന്തോഷവും കൂടെ തന്നെ അഭിമാനവും തോന്നുന്നു എനിക്ക് വളരെയധികം. പിന്നെ ഫർഹാനെ പറ്റി പറയാമെന്ന് വെച്ചാൽ അവൻ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. അവൻ്റെ സ്റ്റഡീസ് അവൻ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കൊണ്ടുപോയിരുന്നത്. രാവിലെ 5 മണിക്ക് പ്രയർ കഴിഞ്ഞിട്ട് അവൻ പഠിപ്പ് തുടങ്ങുമായിരുന്നു, പഠിക്കുമായിരുന്നു, നല്ല ഹാർഡ് വർക്കിംഗ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു രാത്രിയും വൈകിട്ട് വരെ ഇരിക്കുമായിരുന്നു അവൻ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്രില്യൻറ്റിൻ്റെ ടീച്ചേഴ്സിനെ പറ്റി പറയാൻ വളരെ സപ്പോർട്ടീവ്, കെയറിങ് ആയിരുന്നു. അവർ ഇൻഡിവിജ്വൽ കെയറിങ് തന്നിരുന്നു. ഫർഹാന് മാർക്ക് കുറയുക അല്ലെങ്കിൽ കുറച്ച് കൂടുക എപ്പോഴായാലും എപ്പോഴും അവർ വിളിക്കുമായിരുന്നു. ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയായി അവർ മാർക്ക് കുറഞ്ഞു എന്ന് വെച്ചാൽ അവർ ഞങ്ങളെ പറയാറുണ്ട്, അഡ്വൈസ് ചെയ്യാറുണ്ട് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ. താങ്ക്സ് പറയാനുള്ളത് മിഞ്ചു, ഇവൻ്റെ ബ്രില്യൻറ്റിലെ ക്ലാസ് ടീച്ചർ മിഞ്ചു മിസ് വളരെ സപ്പോർട്ടീവായിരുന്നു, എപ്പോഴും വിളിക്കുമായിരുന്നു. ജിത്ത് സാറ്, പിന്നെ ജോർജ് സാറിൻ്റെ പ്രദീപ് സാറും വിളിക്കാറുണ്ടായിരുന്നു. പിന്നെ ജോർജ് സാറിൻ്റെ ക്ലാസ്സസ് ഞങ്ങൾ ഹോൾ ഫാമിലി ആയിട്ടായിരുന്നു ഞങ്ങളിരുന്ന് കേൾക്കാറുണ്ടായിരുന്നത്. വളരെ മോട്ടിവേറ്റ് ചെയ്തിരുന്നു ആ ക്ലാസ്സസ് എല്ലാം കേൾക്കുമ്പോൾ. ബ്രില്യൻറ്റിലെ എല്ലാ ടീച്ചേഴ്സിനോടും ഞാൻ നന്ദി പറയുകയാണ്. ആദ്യം മുതൽ എനിക്ക് പറയാനുണ്ട്, എനിക്ക് വളരെ സന്തോഷമാണ് എൻ്റെ അനിയന് ഇത്ര നല്ല റാങ്ക്, നല്ല പൊസിഷനിലൊക്കെ എത്തിയ പറഞ്ഞിട്ട്.
I'm very glad about it. I'm very proud of being his elder brother. പിന്നെ എൻ്റെ തന്നെ കുറേ ഫ്രണ്ട്സും എന്നെ കുറേ കൺഗ്രാസ് പറഞ്ഞു. നിൻ്റെ അനിയനൊരു മഹാനാണ് പറഞ്ഞിട്ട് അല്ലെ കൺഗ്രാസൊക്കെ പറഞ്ഞു സ്റ്റാറ്റസ് ഇട്ടു. പിന്നെ എൻ്റെ അനിയൻ വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. ആൾ ഫുൾ ടൈം ബുക്കിലിരുന്നിട്ട് പഠനം മാത്രം നന്നായിരുന്നു. ആൾ ഈ ഫാമിലി മാറ്ററിൽ വരില്ലായിരുന്നു. പിന്നെ ആൾ സെപ്പറേറ്റ് റൂമിലിരുന്ന് ഫുൾ പഠനമായിരുന്നു. അങ്ങനെ പഠിച്ച് ആളുടെ മൈൽ സ്റ്റോൺ നേടി. താങ്ക് യു. ഫർഹാൻ എൻ്റെ മകൻ്റെ മകനാണ്, എൻ്റെ പേരമകനാണ്. അവൻ പഠിക്കാൻ നല്ല സമർത്ഥനാണ്. ചെറുപ്പം തൊട്ടേ അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് എനിക്കും ഞങ്ങളുടെ വീട്ടുകാർക്കും ഫാമിലിക്കും എല്ലാവർക്കും ഫർഹാനോട് വലിയ സന്തോഷമാണ്. പിന്നെ എപ്പോഴും അവൻ പരിസരത്തുള്ളവർക്ക് പോലും അറിയില്ല ഇങ്ങനൊരു കുട്ടി ഉണ്ടെന്ന് പോലും. അവനായി അവൻ്റെ പഠിത്തമായി അങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു നല്ല മകനാണ്. അവനിങ്ങനെ റാങ്ക് വാങ്ങി ഇത്രയ്ക്കും വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Due to the pandemic, my preparation had to be changed because online had to be included in my timetable. For that, I knew that an adequate timetable was required. So I systematically decided how much time I will spend my time for studying in online, as well as writing online tests, as well as doing offline tests. So that I prepared a very good timetable and I followed it very systematically. From that time onwards, I knew my preparation was good. So I routinely followed the same thing over and over till I get confident enough. I always tried to do my exams on OMA sheet so that I will have the real feel of an offline test like the NEET exam. By doing so, it helped me understand what all errors I can make when I bubble, as well as the careless mistakes. From there on, I wrote all my errors and mistakes in a book and revised it so that I do not make the same mistakes the next time. During my studies time, I would keep a well maintained short note and write all the clear short points so that I can revise it for the later time. I would usually highlight the key points and study it on and on. I would never be afraid of learning new things. I'll try my best to learn how much is needed for the exam. I believe maintaining a systematic routine is very crucial, as well as time management. I would always set aside a clear time limit to finish my exams, as well as solve certain problems within a certain time limit, so that I would have no issues in time management. Time management is very crucial, and I believe it is a very important factor for acing the NEET exams. I would like to thank my class teacher Minju Miss. She would always support me. Even if my marks go down or any mistakes I make, she will always call me and help me to solve the problems I face. She would always rectify the problems and provide solution. She was just like a second mother to me. She would always help me and motivate me to do better. Then I would like to thank our brilliant director George sir. Every time after each exam, we would have a solution analysis and rank analysis. At that time, he would motivate us and inspire us to do better. He would tell us what our problems are and how to solve it. He would not only give us an opportunity to do better, but also help us move forward and accept our failures. Because failure is a form of success, and hard work is a key to maintain how you can go forward without slowing down. First, after that, I would like to thank all the coordinators in Brilliant, because they are always behind us. They would keep us regularly up to date with all the information so that we do not lag behind. Thank you, Brilliant. It was a wonderful journey.